വിട്ടുമാറാത്ത തുമ്മൽ, ജലദോഷം, മൂക്കടപ്പ്, അതോടൊപ്പം തന്നെ കണ്ണ്, മൂക്ക്, ചെവി ഇവ ചൊറിയുകയും ചുവന്ന് തടിക്കുകയും ചെയ്യുന്നത് അലർജിക് റൈനൈറ്റിസിന്റെ ഒരു ലക്ഷണമായാണ് കണക്കാക്കപ്പെടുന്നത്. അലർജിക് റൈനൈറ്റിസിൽ അലർജി ഉണ്ടാക്കുന്നത് പല കാരണങ്ങളാകാം. ചില ആൾക്കാരിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തണുപ്പായിരിക്കും തുമ്മൽ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ണിലും മൂക്കിലും ചെവിയിലുമൊക്കെ ചൊറിയുകയും ചുവന്ന് തടിക്കുകയും ചെയ്യും. മറ്റു ചിലരിലാകട്ടെ പൊടിയാകാം, പോളൻ ഗ്രെയിൻസ് ആകാം, ചിലർക്ക് വളരെ തീവ്രമായിട്ടുള്ള മണങ്ങളും, അതായത് സ്ട്രോങ് ഓഡേഴ്സ്, ചില ഫ്രാഗ്രൻസിന്റെ ഓഡേഴ്സ്, ഇതെല്ലാം തന്നെ ഈ തുമ്മലും അലർജിക് റിയാക്ഷൻസും ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അലർജിക് റൈനൈറ്റിസ് ഉണ്ടാകുന്നത്? ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ക്രമാതീതമായി കുറയുകയും അതോടൊപ്പം തന്നെ ചില അലർജൻസിനോട് ബോഡി അധികമായി പ്രതികരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അലർജിക് റൈനൈറ്റിസും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന തുമ്മലും ചൊറിച്ചിലും ചുവപ്പുമെല്ലാം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ വർഷങ്ങൾ കഴിയും തോറും അത് അലർജിക് വീസിംഗിലേക്ക് മാറി കാണാറുണ്ട്. ഇവിടെ പല ആൾക്കാരും ആന്റിഹിസ്റ്റമിൻസും ഇൻഹേലേഴ്സും ഒക്കെ ഉപയോഗിക്കുകയും ഈ പറഞ്ഞ പ്രശ്നങ്ങളെ സപ്രസ് ചെയ്യുകയുമാണ് ചെയ്യപ്പെടുന്നത്. എന്നാൽ ആയുർവേദത്തിൽ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ ലഭ്യമാണ്. അലർജിക്ക് ചികിത്സ തേടുമ്പോൾ അലർജിയുടെ ചികിത്സയോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് അലർജിക് റൈനൈറ്റിസ് അഥവാ ഈ തുമ്മലും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന അലർജൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അലർജനെ കണ്ടുപിടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ എക്സ്പോഷർ ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. അതോടൊപ്പം തന്നെ അലർജിയുള്ള ആൾക്കാർ എപ്പോഴും പുറത്തു പോകുമ്പോൾ നിർബന്ധമായും മാസ്ക് ധരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ഇനി ആയുർവേദത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 റെമഡീസ് പറഞ്ഞു തരാം. 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ തേനും ഈക്വലായി മിക്സ് ചെയ്തതിന് ശേഷം അത് ഓരോ മണിക്കൂർ ഇടവിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുക. ഇത് അലർജിയെ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഇവിടെ മഞ്ഞൾ ഒരേ സമയം ഒരു ഇമ്മ്യൂണോ മോഡുലേറ്ററും അതേസമയം ഒരു ആന്റി മൈക്രോബിയൽ ഏജന്റുമായിട്ട് ആക്ട് ചെയ്യുകയും അലർജിയെ പാസിഫൈ ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ ചെയ്യുന്ന നസ്യ ചികിത്സ ഇത് വളരെയധികം എഫക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള ഹെൽത്ത് ടിപ്സ് അറിയുന്നതിന് ഡോക്ടർ നിജില ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.